ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു തോരനാണ്. അതിനുള്ള ഐറ്റമാണ് വെച്ചിരിക്കുന്നത്. ഇത് ഗ്രീൻ ഒണിയൻ, സ്റ്റെം ഒണിയൻ എന്നൊക്കെ പറയും, അഥവാ സ്കാലിയൻസ് എന്നൊക്കെ പറയും. ഇത് ഞങ്ങളുടെ ഗാർഡനിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഒന്ന് നട്ടാൽ പിന്നെ എല്ലാ വർഷവും ഇത് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്. ഉള്ളവരൊക്കെ കളയാതെ കുക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. വളരെ ടേസ്റ്റായിട്ട് ഇത് കുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ചോപ്പ് ചെയ്യണം. ഇതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് ഇതിന് ചേർക്കുന്നതിന് വേണ്ടിയാണ് 3 ഹാർഡ് ബോയിൽഡ് എഗ് എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിടും. പിന്നെ ഒരു കപ്പ് ഫ്രഷ് കോക്കനട്ട്, കുറച്ച് ഒണിയൻ കടുവറക്കാനായിട്ട്, 3 ഗാർലിക് പീസസ്, കുറച്ച് വറ്റൽമുളക്. ഇത്രയുമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനിയുണ്ട്, അത് അന്നേരം കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം. ഒണിയനെല്ലാം നല്ലതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചു. പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായപ്പോൾ കടു വറുത്തു ഒണിയൻ ചേർക്കുന്നു. അതിലേക്ക് ഗാർലിക്, വറ്റൽമുളക് ആൻഡ് കറി ലീഫ് ചേർക്കുന്നു. ചെറിയ ജീരകം ഒരു നുള്ള് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് വഴറ്റുക. ½ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നു. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി വേണേൽ ചേർക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ഒണിയൻ ചേർക്കുന്നു. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യുക. ഒന്ന് വഴറ്റിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്നതായ ഫ്രഷ് കോക്കനട്ട് ചേർക്കുന്നു. പാകത്തിന് സോൾട്ട് ചേർത്ത് ഇനി നല്ലതുപോലെ ഒന്നുകൂടെ വഴറ്റണം. മുട്ട ഈ വിധത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിടുന്നതാണ് നല്ലത്. ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കൂട്ട് നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും മുട്ട നുറുക്കിയത് ചേർക്കുന്നു. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണേലും നുറുക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ ചെറിയ ഷേപ്പായിട്ടാണ് നുറുക്കിയിരിക്കുന്നത്. മുട്ട ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. 2 മിനിറ്റിൽ മീഡിയം ഫ്ലെയിമിൽ അടച്ചു കുക്ക് ചെയ്യുക. 2 മിനിറ്റ് കഴിയുമ്പം തുറന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുക. വളരെ ഈസി ആയിട്ടുണ്ടാക്കാവുന്ന ഒരു തോരനാണിത്. ഗ്രീൻ ഒണിയൻ മുട്ടത്തോരൻ റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.